കുഞ്ഞുങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിലും ഭാവി നിർണയിക്കുന്നതിലും അവരിൽ ധാർമ്മിക മൂല്യം വളരുന്നതിലും സഭയിലെ സൺഡേ സ്കൂൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. എന്നാൽ ഇന്ന് സൺഡേ സ്കൂളിന് പലരും പ്രാധാന്യം കൊടുക്കുന്നില്ല. അതിൻ്റെ വലിയ അപകടം ഈ ചിത്രീകരണം വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഞായർ പള്ളിക്കൂടം. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകിയില്ല. പച്ചയായ പുൽപ്പുറങ്ങൾ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് എന്നെ നടത്തുന്നു. എനിക്ക് ഫസ്റ്റ് വാങ്ങണം. നീ പോടാ, എനിക്ക് ഫസ്റ്റ് വാങ്ങണം. ഓ, അവർക്ക് നാളെ പള്ളിയിൽ സൺഡേ സ്കൂളിന്റെ പരീക്ഷ എന്നാ പറയുന്നേ. അതിനുവേണ്ടി പഠിക്കുന്നതായിരിക്കും. അത് ശരി. തിങ്കളാഴ്ച സ്കൂളിൽ മോഡൽ പരീക്ഷ തുടങ്ങിയില്ലേ? അതിന് വല്ല പഠിച്ചാ? ആ, അത് ഞാൻ അവരെ നല്ലവണ്ണം പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ട്യൂഷൻ ടീച്ചറും രാവിലെ തുടങ്ങി രാത്രി വരെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോരാ, മൂത്തവർ 2 വർഷം കഴിയുമ്പോൾ 10ാം ക്ലാസ്സിലാണ്. അവന് മെഡിസിൻ പഠിക്കാൻ വിടണം. നിനക്ക് വല്ല ബോധമുണ്ടോ? ബോധമില്ലാത്തത് നിങ്ങൾക്കാണ്. ഈ വർഷം മുതൽ സൺഡേ സ്കൂളും വചനം പഠിക്കലും ഒന്നും വേണ്ടത് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്കല്ലായിരുന്നു നിർബന്ധം. മര്യാദയ്ക്ക് രാവിലെ പള്ളിയിൽ പോയിട്ട് വന്നാൽ മതിയായിരുന്നു. അത് പിന്നെ അച്ഛൻ കാണുമ്പോഴൊക്കെ പറയും അവരുടെ സൺഡേ സ്കൂൾ വിടണമെന്ന്. മാത്രമല്ല അവർ പള്ളിയിൽ പോയി അവിടെയും ഷൈൻ ചെയ്യട്ടെ എന്ന് ഞാനങ്ങ് കരുതി. അതിന് അച്ഛൻ ചോദിക്കുമ്പോൾ കൊറോണയ്ക്ക് ശേഷം ഞാൻ അവരെ അയക്കാറില്ലെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഏതായാലും ഈ വർഷം കൂടെ പോട്ടെ. പരീക്ഷയുടെ എല്ലാം തീരുമല്ലോ. അടുത്ത വർഷം മുതൽ 2 വരെ ആരാധന കഴിഞ്ഞാൽ ഉടനെ രാജേന്ദ്ര സാറിന്റെ അടുക്കൽ കൊണ്ട് ട്യൂഷൻ ആക്കണം. അതിനുശേഷം ശാരദ ടീച്ചറിന്റെ സംഗീത ക്ലാസ്സിൽ വായിക്കണം. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് ബോധം വന്നല്ലോ. വെരി ഗുഡ്. അപ്പോസ്തല വിശ്വാസ പ്രമാണം മോൻ പഠിച്ചല്ലോ. ഇനി 1-ാം സങ്കീർത്തനം പെട്ടെന്നൊന്ന് കാണാതെ പറഞ്ഞേ. പപ്പ, എനിക്ക് ഉറക്കം വരുന്നു. ഇനി നാളെ പഠിച്ചാൽ പോരെ? പപ്പയുടെ പൊന്നല്ലേ, ഒരു തവണ കൂടെ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസ്യരുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആശ്ചര്യകത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെയും ഇരിക്കും. ആനിമോളെയും അർദ്ധരാത്രിയിൽ തടവറയിൽ ആരൊക്കെയാണ് ദൈവത്തെ പാടി സ്തുതിച്ചത്? പൗലോസും ഷീലാസും. മോള് പറഞ്ഞേ, പൗലോസും ഷീലാസും. പൗലോസും ശീലാസും. പൗലോസും ശീലാസും. പൗലോസും ശീലാസും. ശരി മക്കളെ, നാളെ പ്രാർത്ഥിച്ചിട്ട് സൺഡേ സ്കൂൾ പരീക്ഷ നന്നായിട്ട് എഴുതണം. ഫുൾ മാർക്കും വാങ്ങണം. ഞങ്ങളും പ്രാർത്ഥിക്കാം. ശരി, ഇനി 2 പേരും പോയിരുന്ന് സ്കൂളിലെ പരീക്ഷയ്ക്കിട്ടൊന്ന് പഠിച്ചേ. പപ്പ, അമ്മ. കൂട്ടുകാരെ, അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ 2 കുടുംബങ്ങളിലെ ദൃശ്യങ്ങളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മോനെ, അമ്മയുടെ മരുന്ന് തീർന്നു പോയി. ഇത്ര പെട്ടെന്ന് തീർന്നു? വില എത്രയെന്നറിയാമോ? 1200 rupees. എല്ലാ ദിവസവും എൻ്റെ കയ്യിൽ ക്യാഷ് ഒന്നുമില്ല. നിങ്ങൾക്ക് ഒരു മകൾ കൂടിയില്ലേ? അവളൊരു എഞ്ചിനീയർ അല്ലേ? അവളോടും കൂടി മരുന്ന് വാങ്ങാൻ ക്യാഷ് തരാൻ പറ. എല്ലാം ഞാൻ തന്നെ ചെയ്യണോ? Isn't she an engineer? അത് ശരി, എനിക്ക് എന്റെ ഹസ്ബൻഡും മക്കളും ഉണ്ട്.
മോൾക്ക് കഴിഞ്ഞ ആഴ്ച ബാങ്ക് ഫീസായി 5000 rupees കൊടുത്തതേ ഉള്ളൂ. എന്റെ കയ്യിൽ ക്യാഷ് ഇല്ല. ഐ ടോൾഡ് യു, ഗവൺമെന്റ് ആശുപത്രിയിൽ പോകാൻ ഞാൻ അന്നേ പറഞ്ഞതാ. ഇനി ഞാൻ എന്ത് വേണം? എന്ത് പറഞ്ഞാലും ഇനി ചിലവാക്കാൻ എന്റെ കയ്യിൽ കാശൊന്നുമില്ല. എന്റെ പാക്കലിന് 10 മക്കൾ. പക്ഷേ പ്ലാവിലെടുക്കാൻ പാക്കരൻ തന്നെ പോണം. എടീ, നമ്മളവരെ എല്ലാം പഠിപ്പിച്ചു, എല്ലാം നൽകി. പക്ഷേ ദൈവത്തെ മാത്രം അവർക്ക് നൽകിയില്ല. നൽകിയിരുന്നുവെങ്കിൽ നമുക്കിങ്ങനെ നരകിക്കേണ്ടി വരില്ലായിരുന്നു. അനുഭവിക്കുക തന്നെ. ആ ചേട്ടാ പറയൂ. ഹലോ ആനി, അമ്മയ്ക്കും പപ്പയ്ക്കും എങ്ങനെയുണ്ട്? ആ വയ്യായിക തന്നെ ചേട്ടാ. മരുന്നൊക്കെ വാങ്ങിയോ മോളെ? ചേട്ടൻ ടെൻഷൻ അടിക്കണ്ട, അവരുടെ കാര്യമെല്ലാം ഞങ്ങളിവിടെ ഭംഗിയായി നോക്കുന്നുണ്ട്. ചേട്ടന് സുഖമാണോ? സുഖമാണ്. ഞാൻ കുറച്ച് കാശ് അയച്ചിട്ടുണ്ട്. പപ്പയ്ക്കും അമ്മയ്ക്കും ഒരു കുറവ് വരാതെ നോക്കണം. അടുത്ത ആഴ്ച ഞാനങ്ങ് വരുന്നുണ്ട്. അതൊന്നും പ്രശ്നമല്ല, ചേട്ടൻ പ്രാർത്ഥിച്ചാൽ മതി. ഗോഡ് ബ്ലെസ് യു ചേട്ടാ. ഗോഡ് ബ്ലെസ് യു മോളെ. സംഗീതം കുടുംബം ഒരു മനോഹരഗാനം. കുടുംബം ഒരു മനോഹരഗാനം. കണ്ടില്ലേ കൂട്ടുകാരെ, തീർച്ചയായും ദൈവവചനമാണ് നമ്മെ ഓരോരുത്തരെയും നന്മയിലേക്കും നീതിയിലേക്കും നടത്തുന്നത്. അങ്ങനെ വചനം പഠിക്കുവാൻ കിട്ടുന്ന അവസരമല്ലേ സൺഡേ സ്കൂൾ? അതൊരു ഭാഗ്യമായി നമ്മൾ കാണണം. സ്കൂൾ വിദ്യാഭ്യാസത്തെക്കാളും വചന പഠനത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. നമ്മുടെ ആലയത്തിലെ സൺഡേ സ്കൂളിൽ എല്ലാ കുഞ്ഞുങ്ങളും കടന്നു വരുമല്ലോ. ഒരുമിച്ച് വചനം പഠിക്കാം, നന്മയുള്ളവരായി നമുക്ക് വളരാം. ചേർന്ന തന്ത്രികൾ നീട്ടും സംഗീതം. ഇവിടെ നോക്ക്.